എന്തിനിങ്ങനെ ഒരു സിനിമ ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്, ഒരു ബ്ലെസ്സിംഗ് ആണ്. ഞാൻ പിന്നെ വിചാരിച്ചു 47 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ആ റെസ്പെക്റ്റും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം പോലെ എനിക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റാണ്. VFXന്റെയും 3D ദൃശ്യമികവിന്റെയും അത്ഭുത ലോകം സൃഷ്ടിച്ചുകൊണ്ട് ബറോസ് അങ്ങനെ വൻ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. നമ്മുടെ എല്ലാമായ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ, അതുപോലെ നായകനും അദ്ദേഹം തന്നെ. ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എല്ലാം പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് 1650 ദിവസം ഇതിന് ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തു എന്നാണ് പറയുന്നത്. ലാലേട്ടൻ തന്നെയാണ് പറയുന്നത്. എന്തായാലും ആ സിനിമ മികച്ച പ്രതികരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇതുപോലെ ഒരു 3D സിനിമ 40 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത് പുറത്തു വരുന്നത്. മലയാളികളെ സംബന്ധിച്ച് വലിയൊരു അഭിമാന നേട്ടം തന്നെയാണ് ഇതുപോലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ. അതുപോലെ തന്നെ ലാലേട്ടൻ ഈ ഒരു ബറോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സിനിമയിലെ ലാലേട്ടന്റെ ആ ഒരു ലുക്ക്, ആ ഒരു രൂപകൽപ്പന മോഹൻലാലിന്റെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരാളിനെ പറ്റി കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് പറയണം. ഉച്ചിറ സ്വദേശിയാണ് സേതു ശിവാനന്ദൻ. ഇദ്ദേഹം ഒരു ക്യാരക്ടർ കൺസെപ്റ്റ് ആർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പം പ്രേക്ഷകർക്ക് ഇത്തരത്തിലൊരു ക്യാരക്ടർ കൺസെപ്റ്റ് ആർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് മനസ്സിലാവില്ല. അതായത് ഒരു സിനിമയിലെ കഥാപാത്രത്തെ എന്താ പറയുന്നത്, അത് ഒരു എങ്ങനെ ആകണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അതിനെ ക്രിയേറ്റ് ചെയ്ത് അതിനൊരു മോഡൽ ചെയ്ത് കാണിക്കുന്ന ഒരു ആൾ. അതനുസരിച്ചിട്ടായിരിക്കും ആ സിനിമയിൽ പിന്നെ കഥാപാത്രത്തെ പിന്നീട് മേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ. അത് ഈ ഒരു വ്യക്തിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സമയത്ത്, ഈ സേതുവിന്റെ വീട്ടിൽ പോയ സമയത്ത് ഞാനെടുത്ത കുറച്ച് ചിത്രങ്ങളാണ് ഇതിനോടൊപ്പം കാണിക്കുന്നത്. അത് അവിടെ സേതു ചെയ്തു വെച്ചിരുന്നത്. ഇപ്പോഴും എടുത്തതല്ല, കുറെ കാലം മുമ്പ് എടുത്തതാ. ഏതാണ്ട് സിനിമ ഇപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ 6 വർഷം മുമ്പ് കണ്ട് ഇതിന്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ. എന്തായാലും ലാലേട്ടൻ മാധ്യമങ്ങളോട് ഈ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. ഏതാണ്ട് 1650 ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ 1650 ദിവസത്തിന് ശേഷം എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത് ബറോസിനെ പോലെ. ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു 40 വർഷത്തിന് ശേഷമാണ് ഒരു 3D ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ പറയുന്നത് നേറ്റീവ് 3D ഷോട്ട് വിത്ത് സ്റ്റീരിയോ ലെൻസസ് എന്നാണ്. അപ്പം അതിൻ്റെ എല്ലാ ഘടനകളും വേറെ രീതിയിലാണ്. അത് ഷൂട്ട് ചെയ്യുന്ന രീതി, അതിൻ്റെ സൗണ്ട് സ്കേപ്പ് എല്ലാം. അപ്പം അങ്ങനെ ഒരു മനസ്സോടു കൂടിയാണ് ഈ സിനിമ കാണേണ്ടത്. അപ്പം അതായത് നമ്മൾ മറ്റേ കാണുന്ന സിനിമയുടെ പേസിലല്ല ഈ സിനിമ. അങ്ങനെ ഈ സിനിമ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഉള്ള പാനുകൾ, ടിൽറ്റപ്പ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കട്ടിങ്, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാർക്ക് തലവേദന ഉണ്ടാകാം, നോസിയ ഉണ്ടാകാം, ഡിസോറിയന്റഡ് ആകാം. അതുകൊണ്ട് കാണികൾ, വ്യൂവേഴ്സിന്റെ മനസ്സറിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ വളരെ പ്രസിദ്ധരായ ആൾക്കാരാണ്, പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആള്, അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആള്, പിന്നെ സന്തോഷ് ശിവനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, പിന്നെ ലിഡിയൻ നാദസ്വരാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നമ്മളിതൊരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിം ആയതുകൊണ്ട് വളരെ ചെറുപ്പക്കാരനായ, അയാൾക്കന്ന് 13 വയസ്സേ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 6 വർഷം മുമ്പാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളുടെ മ്യൂസിക് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഒരു കേരളത്തിൽ നിന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദിയിലൊക്കെ ഡബ് ചെയ്തൊരു സിനിമ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം അതാത് ഭാഷയിൽ സെൻസർ ചെയ്യണം. ഇത് ഈ സിനിമയുടെ വിജയത്തെ അനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ഭാഷകളിൽ ഇത് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ആയാലും സ്പാനിഷ്, പോർച്ചുഗീസ്, അല്ലെങ്കിൽ റഷ്യൻ, അങ്ങനെയൊക്കെ. ഇതിലധികം ഇന്ത്യൻ ആക്ടേഴ്സ് വളരെ കുറവാണ്, എല്ലാം പുറത്തുനിന്നുള്ള ആക്ടേഴ്സാണ്. എന്തിനിങ്ങനെ ഒരു സിനിമ ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്, ഒരു ബ്ലെസ്സിംഗ് ആണ്. ഞാൻ പിന്നെ വിചാരിച്ചു 47 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ആ റെസ്പെക്റ്റും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം പോലെ എനിക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് ഏറ്റവും ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫിലിം ഉണ്ടാക്കാം, ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫിലിം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ ഒരു സിനിമ കുട്ടികളെയും കുടുംബത്തിനെയും ഒക്കെ ഉദ്ദേശിച്ച് ഇറക്കിയൊരു സിനിമയാണ്. എന്തായാലും സിനിമ ഇപ്പോൾ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് അങ്ങനെ തന്നെ ആയിത്തീരട്ടെ. കാരണം ഒരുപാട് അറിയാമല്ലോ, ഈ ഒരു സിനിമ ഇത്തരത്തിൽ കൊണ്ടുവരുന്നതിന് 6 വർഷത്തെ ഒരു അത്രയും എടുത്ത് ചെയ്തൊരു പടം. നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് ചെയ്തൊരു പടം. ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നിയോഗമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആ പടം വിജയിക്കണം. അറിയാമല്ലോ, ഉണ്ണിമൂന്നന്റെ മാർക്കോ ഇപ്പോൾ തിയേറ്റർ കീഴടക്കി വമ്പൻ ഹിറ്റായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാർക്കോയ്ക്ക് ഒരു വെല്ലുവിളി ആകുമോ എന്ന്, ഈ ബറോസ് ആകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം.